കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തെക്കുറിച്ച് എങ്ങനെ എഴുതണമെന്ന പ്രശ്നത്തിലാണ് മാധ്യമങ്ങൾ. സുപ്രീം കോടതി അദ്ദേഹത്തിനെ ജാമ്യത്തിൽ വിട്ടു എന്നത് ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് മറച്ചുവെക്കാനും കഴിയില്ല. അഴിമതി വിരുദ്ധനായി വിലയിരുത്തപ്പെട്ടിരുന്ന കെജ്രിവാൾ അഴിമതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ അയാളെ എത്രമാത്രം ന്യായീകരിക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് മാധ്യമങ്ങൾ ഇന്ന് നിൽക്കുന്നത്. മദ്യനയ അഴിമതിയുടെ കുരുക്കിൽപ്പെട്ട കെജ്രിവാൾ മാർച്ച് 21 മുതൽ തിഹാർ ജയിലിലാണ്. ഇതേ കേസിൽ നാളേറെയായി ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ മന്ത്രി സിസോദിയയും ആപ്പിന്റെ അഴിമതി വിരുദ്ധ പോരാളിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അഴിമതി തൂത്തെറിയുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം തന്നെ ചൂലാണ്. അതിപ്പോൾ ഏറെയും വേണ്ടിവരുന്നത് അഴിമതിയിൽ മുങ്ങിത്താഴുന്ന ആപ്പിന്റെ ഓഫീസുകൾ അഴിമതി വിമുക്തമാക്കാൻ ആണെന്ന് മാത്രം. 2012 അണ്ണാ ഹസാരെയുടെയും കിരൺ ബേദിയുടെയും കൈപിടിച്ച് അഴിമതിക്കെതിരെ പോരാട്ടത്തിനിറങ്ങിയ കെജ്രിവാളിന്റെ യുദ്ധം ഏതാണ്ട് മുഴുവനായും കോൺഗ്രസിന്റെ അഴിമതിക്കെതിരെയായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ നാളേറെ കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് കോൺഗ്രസ് പാളയത്തിൽ തന്നെ വന്നു ചേരേണ്ടി വന്നു. ആർക്കെതിരെയാണോ അഴിമതി എന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നത് പിന്നീട് അവരുമായി തന്നെ ചങ്ങാത്തം കൂടേണ്ടി വന്ന ദുരവസ്ഥ ഒരുപക്ഷെ ഭാരതത്തിൽ കെജ്രിവാളിന് മാത്രമായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. പാർട്ടിയും അധികാരവും കരുത്തായപ്പോൾ പിന്നീട് കെജ്രിവാളിന്റെ തുടക്കത്തിന് നാന്ദി കുറിച്ച അണ്ണാ ഹസാരെയും കിരൺ ബേദിയെയും അരവിന്ദ് വളരെ വേഗം പെരുവഴിയിൽ ഇറക്കിവിട്ടു. ആദ്യകാലങ്ങളിൽ തന്റെ ലഘുജീവിതവും അഴിമതി വിരുദ്ധ മുഖവും മുൻനിർത്തി ഭരണം തുടങ്ങിയ കെജ്രിവാൾ ഭരണം നിലനിർത്താൻ എളുപ്പമല്ല എന്ന കാര്യം മനസ്സിലാക്കി ജനങ്ങളെ സ്വാധീനിക്കാൻ സൗജന്യങ്ങൾ വാരിക്കോരി കൊടുത്തു. കോൺഗ്രസിന്റെ അഴിമതിയിലേക്കുള്ള പതനത്തിന് ഏതാണ്ട് 7 പതിറ്റാണ്ടെടുത്തപ്പോൾ കെജ്രിവാളിന് അത് വെറും 1 പതിറ്റാണ്ട് കൊണ്ട് സാധിച്ചു. ഇടക്കാല ജാമ്യം ലഭിച്ച കെജ്രിവാൾ ജയിൽ വിമോചിതനായി ഇലക്ഷൻ പ്രചരണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കെജ്രിവാൾ പറയുന്നത് മോദിക്ക് വയസ്സായി എന്നും അടുത്തത് ആരാണെന്നുമാണ്. രാജ്യത്തുടനീളം ദിവസവും ഓടി നടന്ന് ഇലക്ഷൻ പ്രചരണം നടത്തുന്ന മോദിയുടെ ഊർജ്ജസ്വലതയുടെ അടുത്തെത്താൻ ദില്ലി ഒന്ന് തണുത്താൽ തലവഴി കമ്പിളിയിട്ട് മൂടി കിടുകിടാവറിച്ചിരിക്കുന്ന കെജ്രിവാളിനാകുമോ? മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യമല്ല ചോദിക്കേണ്ടത്, ആരൊക്കെയാണ് എന്ന ചോദ്യമാണ് കെജ്രിവാൾ ചോദിക്കേണ്ടത്. അഴിമതിക്കെതിരായ പോരാട്ടം തന്നിൽ നിന്നാണ് മോദി പഠിക്കേണ്ടതെന്നും കെജ്രിവാൾ പറഞ്ഞു. അതിന് മോദി സ്ഥിരമായി തിഹാർ ജയിൽ സന്ദർശിക്കേണ്ടി വരുന്നത് കഷ്ടം തന്നെയാണ് കെജ്രിവാൾ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് അതിന് സമയമുണ്ടാകുമോ എന്ന് കെജ്രിവാൾ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. കഠിന വ്യവസ്ഥകളോടെയാണ് കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. 1, മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പ്രവേശിക്കരുത്. 2, മുഖ്യമന്ത്രിയുടെ ഒപ്പോടെ ലഫ്റ്റനന്റ് ഗവർണർക്ക് മുമ്പിൽ എത്തേണ്ട ഫയലുകളിൽ മാത്രം ഒപ്പിടാം. 3, ഭരണപരമായ ഇടപാടുകൾ ചെയ്യരുത്, നടപ്പാക്കരുത്. കേസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തരുത്. അതുമായി ബന്ധപ്പെട്ട രേഖകളോ മറ്റോ പരിശോധിക്കരുത്, കാണരുത്. 5, ജൂൺ 2-ാം തീയതി ജയിലിലേക്ക് തന്നെ തിരിച്ചെത്തണം. ഇത്തരം കർശന വ്യവസ്ഥകളാണ് കെജ്രിവാളിന് മുമ്പിൽ സുപ്രീം കോടതി വച്ചിരിക്കുന്നത്. കെജ്രിവാൾ ശിക്ഷിക്കപ്പെട്ടയാളല്ല എന്നതും ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണെന്നതും ജാമ്യം നൽകാൻ കാരണമായി. അഴിമതിയുടെ നിഴൽ പോലും സ്പർശിക്കില്ല എന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാക്കൾ അഴിമതിയിൽ തട്ടി തകരുമ്പോൾ ചിരിക്കുന്നത് അരവിന്ദിന്റെ ഗുരുവായ അണ്ണാ ഹസാരെ തന്നെയായിരിക്കും. വിചാരണ കോടതിയിൽ കെജ്രിവാളിനെതിരെ അനുബന്ധ കുറ്റപത്രം ഇന്നലെ ED സമർപ്പിച്ചിട്ടുണ്ട്. ആപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അബദ്ധമാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ.